Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് മെയ് 2025 CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഇനി ലോ പേപ്പർ കാരണം നമ്മൾ ഫെയിൽ ആകരുത്, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തായാലും മെയ് 2025 വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതാം. ബാക്കി ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഇനി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Concept how to attend case study based questions. അപ്പോൾ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്നാ നല്ലപോലെ അറിയാം, ആൾറെഡി അറിയാവുന്നവരുണ്ട്. ആദ്യമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് കഥ പറയാം. അതായത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ആക്ട് പ്രകാരം ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് 2000 രൂപ വെച്ച് പിഴ ഈടാക്കും. ഓക്കെ, പെനാൽറ്റി ഉണ്ട്. ഓക്കെ, ഞാനും നിങ്ങളും ബൈക്കിൽ പോവുകയായിരുന്നു, ഹെൽമെറ്റ് ഇടാഞ്ഞു, ട്രാഫിക് പോലീസ് തടഞ്ഞു, നമുക്ക് ഫൈൻ ഇട്ടു. അപ്പോൾ ട്രാഫിക് പോലീസ് ഫൈൻ വാലിഡ് ആണോ അല്ലയോ, ഇതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ഇതിന് ആൻസർ എഴുതുന്നു. എന്താ എഴുതുന്നേ? പോലീസ് ഇൻ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ഹെൽമെറ്റ് ഇടാതെ പോയാൽ 2000 രൂപ ഒരാൾക്ക് പിഴയുണ്ട്. റോബിൻ സാർ ഇവർ ബൈക്കിൽ പോവുകയായിരുന്നു, പോലീസ് പിഴയിട്ടു. അതുകൊണ്ട് ആക്ടിൽ അങ്ങനെ പെനാൽറ്റി ഇടാൻ പറഞ്ഞതുകൊണ്ട് പോലീസുകാർ ഇട്ട പെനാൽറ്റി തെറ്റില്ല, ശരിയാണ്, അവർ പൈസ കൊടുക്കണം. ഇതാണ് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ രീതി എന്ന് പറയുന്നത്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ. ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുമ്പോഴേ എല്ലാവരും ആൻസർ എഴുതാൻ വേണ്ടിയാണ് പോകുന്നത്. ഭയങ്കര തിടുക്കമാണ് ആൻസർ എഴുതാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് നിറച്ചിട്ട് വരണം. ആൻസർ എഴുതിയോ, ഞാൻ എല്ലാം എഴുതിയിട്ട് 1-2 ക്വസ്റ്റ്യൻ കണ്ട് വിട്ടു, അവസാനം മാർക്ക് വരുമ്പോൾ ഭയങ്കര കുറവ് മാർക്കായിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് തന്നെ ആയിരിക്കണം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ലോ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതായിരിക്കണം നമ്മുടെ ആൻസർ, അല്ലാതെ നമ്മുടെ ആൻസർ ആയിരിക്കരുത് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ടു ദ പോയിന്റ് എന്നാണ് ഉദ്ദേശിച്ചത്, നത്തിങ് മോർ നത്തിങ് ലെസ്. എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് മാത്രം ഉത്തരം എഴുതുക. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 3 മണിക്കൂർ സമയം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ പ്ലസ് നമ്മൾ എന്തിനാ സമയം കൊടുക്കുക? 1 മണിക്കൂർ പ്ലസ് നമ്മൾ സമയം കൊടുക്കുക വായിക്കാനാണ്. നിങ്ങൾക്ക് ആൾറെഡി ഒരു 15 മിനിറ്റ്സ് കിട്ടും, പക്ഷെ അത് നമ്മൾ റാൻഡംലി വായിക്കുന്നതല്ലേ. ശരിക്കും നമ്മൾ വായിക്കുന്നത് എപ്പോഴാണ്? ആ ഒരു ക്വസ്റ്റ്യന് ഉത്തരം എഴുന്നേക്കാൾ മുമ്പ് നമ്മൾ വായിക്കലാണ് ശരിക്കുമുള്ള ക്വസ്റ്റ്യൻ റീഡിങ്. അപ്പോൾ ഇവിടെ റീഡ് എന്ന് പറയുമ്പോൾ വായിച്ചു സാർ, ഇനി ഇരിക്കോട്ടെ. നോ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ പോയിന്റുകളെല്ലാം ഡിസ്കസ് ചെയ്താലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ ജസ്റ്റ് ഇവിടെ നിർത്തി നിങ്ങൾ വീഡിയോ നിർത്തി പോവുകയാണെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആകില്ല. ഇത് ആദ്യത്തെ പോയിന്റ് അല്ല, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കുള്ള ഫസ്റ്റ് പോയിന്റ് മാത്രമാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വായിക്കണം. സോ വി ഹാവ് ടു ഗിവ് മോർ ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 പ്രാവശ്യം 2 3 4 എത്ര പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നതിന് വരെ വായിക്കുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വായിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ഈ ക്വസ്റ്റ്യൻ ലേറ്റായിട്ട് മനസ്സിലാവുകയും ചെയ്താൽ ഇതിനെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ഇതിനെ എഴുതാൻ തുടങ്ങുക. അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയമായി നമുക്ക് എഴുതുന്നു. നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താണ്, സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ആൻസർ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതി നോക്കി, ആൻസർ ചെയ്ത പോയിന്റ് എഴുതി നോക്കി, ചുമ്മാ വലിച്ചു വാരി എഴുതാതെ നമുക്ക് വലിയ ക്വസ്റ്റ്യൻസിനൊക്കെ ചെറിയ ആൻസറും ചെറിയ ക്വസ്റ്റ്യനൊക്കെ വലിയ ആൻസർ ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതല്ല എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വായിക്കാൻ സമയം കൊടുത്താൽ മതി. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആസ്ക്ഡ്. അതായത് ഇത് നമുക്ക് മെറ്റീരിയൽ തന്നെ ഹെൽപ്സ് ഉണ്ട്. അതായത് ആക്ട് ഏതാണെന്ന് മനസ്സിലാക്കുക, റൂൾസ് ഏതാണ്, അല്ലെങ്കിൽ സെക്ഷൻസ് ഏതാണ്, അല്ലെങ്കിൽ കീ ടെർമിനോളജീസ് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് എന്തിനെക്കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇപ്പം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണെങ്കിൽ അൺപെയ്ഡ് സെല്ലർ ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ സെയിൽ ആണോ, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ഏതാണോ, ഓഫർ ആണോ, അക്സെപ്റ്റൻസ് ആണോ, പ്രൈവറ്റ് കമ്പനിയാണോ, പബ്ലിക് കമ്പനിയാണോ, ഇങ്ങനത്തെ കീ ടെർമിനോളജീസ് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഏറ്റവും വലിയ സംഭവം പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി സാർ, ഞാൻ പഠിച്ചു തന്നെയാണ് സാർ വന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ തീരുന്നില്ല, മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അല്ലേ. പക്ഷെ അവിടെയും എന്താണ് കറക്റ്റായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല നമ്മുടെ. സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആസ്ക്ഡ്. ആക്ട്, റൂൾസ്, സെക്ഷൻസ്, കീ ടേംസിൽ നമുക്കൊരു ഓവർവ്യൂ മാത്രം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എക്സാക്ട്ലി എന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇനിയും മുന്നോട്ട് നമുക്ക് പോകാം. അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ.
അത് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ അതേപോലെ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കണം. ഇത് നമ്മളുടെ നോർമലി LLP എന്നൊരു ചാപ്റ്ററിലും നെഗോഷ്യബിൾ എന്ന ചാപ്റ്ററിലൊക്കെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളും എന്താണ് ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിനകത്ത് ഞാൻ പറയുന്നു നമുക്ക് LLP തുടങ്ങാം, നിങ്ങൾ പറയുന്നു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ. അവസാനം ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താണ് ഫുൾ സ്റ്റോപ്പ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. അത് ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ആ ഹെൽമെറ്റ് വെച്ച കാര്യം പറഞ്ഞ പോലെ അല്ല, അതൊരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ എല്ലാം വരുന്നത് എന്താണ്, പ്രൊവിഷനാണ്. അപ്പോൾ പിള്ളേർ പറയും സാറേ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലല്ലേ എളുപ്പം. അല്ലല്ലോ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാലല്ലേ എളുപ്പം. ഡയറക്റ്റ് ടൈപ്പിൽ ഫുള്ള് നിയമമല്ലേ, ഇൻഡയറക്റ്റിൽ നിയമം ഒരു ഭാഗം മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ ഫാക്ട്സും കൺക്ലൂഷനും അല്ലേ. മീൻസ് ഞാൻ പറഞ്ഞ ആൻസർ എഴുതുന്ന രീതിയിൽ പറയുന്നതാണ്. ഡിഫിക്കൽട്ടി ആ ചിന്താഗതി രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കരുത്. വാട്ട് ഈസ് യുവർ നെയിം എന്നും എന്തുകൊണ്ട് നിങ്ങൾ ഈ നെയിം സെലക്ട് ചെയ്തു എന്ന് ചോദിക്കുന്നത് രണ്ടും രണ്ട് ടൈപ്പ് ഉത്തരമാണ്. ആൻസർ രണ്ടാമത്തിന് ചെറുതാണെങ്കിലും ആദ്യത്തിന് വലുതാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ മെനി പ്രൊവിഷൻസ് ഇൻ വൺ ക്വസ്റ്റ്യൻ. ഇത് മെയിൻലി കോൺട്രാക്റ്റിൻ്റെ ചാപ്റ്റേഴ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. കമ്പനീസ് ആക്ടിലും ഉണ്ട്. ഒരേ ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ പ്രൊവിഷൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മോൾ കമ്പനിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 4 crore and 40 crore ആണ് നമുക്കറിയാം. അത് ഒരു പക്ഷേ 3.5 crore ആണെങ്കിൽ എങ്ങനെ? അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം പ്രൊവിഷന് രണ്ടായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് പ്രൊവിഷൻ. നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ നോക്കാം. ആൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരേ ക്വസ്റ്റ്യനിൽ സബ്സിഡിയറി കമ്പനിയെക്കുറിച്ചും ഗവൺമെൻറ് കമ്പനിയെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഒരേ ക്വസ്റ്റ്യനിൽ പറയുന്നു. അപ്പോൾ നമ്മൾ രണ്ട് പ്രൊവിഷൻ എഴുതണം. അതിനെങ്ങനെ എഴുതണം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മൾ എക്സാം എഴുതുന്നേക്കാൾ മുമ്പ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ആൻസർ എഴുതുന്നു. ആദ്യത്തെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ആദ്യമേ നമ്മൾ പ്രൊവിഷൻ അല്ലെങ്കിൽ നിയമം എന്നാണ് നമ്മൾ എഴുതും. അക്കോർഡിംഗ് ടു എന്നൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണോ ക്വസ്റ്റ്യൻ അതിൻ്റെ അനുസരിച്ച് മാത്രം ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ വേറെയാണ്. ഇപ്പം നമ്മൾ ആൻസർ ചെയ്യുന്ന പ്രൊവിഷൻ വേറെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 1% കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ വി ആർ റൈറ്റിംഗ് എവറിത്തിങ് അബൌട്ട് 1% കമ്പനി. എനിക്ക് എല്ലാം അറിയാം സാർ, ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. കാര്യമില്ല. അത് നമ്മളുടെ എന്താണ്, നമ്മളുടെ ഡിഗ്രി അല്ലെങ്കിൽ +2 എക്സാമിനേഷനൊക്കെ നമ്മൾ ഒരുപാട് എഴുതുന്നത്. ഇവിടെ എന്താണ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം. കാരണം നാളെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ക്ലയൻറ്റ് ചോദിക്കുക എന്താണ് പ്രശ്നത്തിന് പരിഹാരം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളോട് ചോദിക്കുക എന്താണ് കഴിച്ചേ, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു, പിന്നെ പല്ല് തേച്ചു. ഞാൻ അതൊക്കെ ചോദിച്ചോ, ഞാൻ കഴിച്ച എന്നാന്ന് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നാളെ ഒരാൾ അഡ്വൈസ് വരുമ്പോൾ സാറേ എൻ്റെ കമ്പനിയിൽ ഒരു ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു കമ്പനി തുടങ്ങണം. ഞാൻ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, റൈറ്റ് അബൌട്ട് ദാറ്റ് ഓൺലി. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ് ഈസ് വെരി വെരി ക്രൂഷ്യൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എഴുതണ്ട. ഇനി നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 2 subsection 20 കമ്പനിയുടെ സെക്ഷൻ ആണ്. നിങ്ങൾക്ക് 20 അറിയില്ല, 2 അറിയാം, എഴുതണ്ട. കാരണം ഇത് ജനറൽ പ്രൊവിഷൻ ആണ്. ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ഇപ്പോൾ ചിലതിന് എന്താണ്, നിങ്ങൾ സെക്ഷൻ മാത്രം എഴുതി മെയിൻ സെക്ഷൻ എഴുതിയാലും മാത്രം കുഴപ്പമില്ല. സബ് സെക്ഷൻ്റെ ഒരു രീതിയിൽ ആവശ്യമില്ല. പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ. ക്ലിയർ ആണോ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊവിഷൻ. രണ്ടാമത് നമുക്കറിയാം സ്റ്റെപ്പ് എന്താണ്, നമ്മളുടെ ഫാക്ട്സ് ആണ്. ഫാക്ട്സിൽ ഈ കഥ എഴുതുമ്പോഴേ ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിൻ്റെ റിലേറ്റഡ് കഥ മാത്രം എഴുതുക. എൻറ്റയർലി എയും ബിയും നടന്നുകൊണ്ട് പോവുകയായിരുന്നു, അവിടെ എന്താണ് ഒരു പുലി വന്നോ, അവിടെ നമ്മൾ എഴുതുന്നത് അവർ നടന്നുകൊണ്ട് പോവുകയായിരുന്നു, ഫുൾ സ്റ്റോപ്പ്, പുലി വന്നോ. ഇവർ രണ്ടൊരു പുലിനെ കണ്ടു. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രിസൈസ്. അതായത് എല്ലാം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് അതിന് 2 മാർക്ക് തന്നാൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫാക്ട്സിന് 2 മാർക്ക് തന്നാൽ 40 മാർക്ക് അവിടെ തന്നെ കിട്ടിയില്ലേ? അങ്ങനെ ഒരു തരുമോ? അങ്ങനെ തരില്ല. അതല്ല അതിൻ്റെ രീതി എന്ന് പറയുന്നത് ആൻസർ തരുന്നതിന്. ഓക്കെ, പിന്നെ ഫാക്ട്സിന് എപ്പോഴും അത്ര മാർക്കൊന്നും ഉണ്ടാകത്തില്ല. പ്രൊവിഷനും കൺക്ലൂഷനും ആയിരിക്കും കൂടുതൽ മാർക്ക്. ഇപ്പം 5 മാർക്ക് ഉണ്ടെങ്കിൽ പ്രൊവിഷന് 2 മാർക്ക്, കൺക്ലൂഷൻ 2 മാർക്ക്, ഫാക്ട്സിന് 1 മാർക്ക്. അങ്ങനെയാണ് നോർമൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവരത് പറയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫാക്ട്സ് പിന്നെ കൺക്ലൂഷൻ. ഇത് നമ്മൾ മുന്നോട്ടും ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. കൺക്ലൂഷനാണ് നമ്മളുടെ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷനും കൺക്ലൂഷനും വേറെ വേറെ ആണെങ്കിൽ കൺക്ലൂഷൻ തെറ്റിപ്പോയാലും നമുക്ക് പ്രൊവിഷന് മാർക്ക് കിട്ടും. പക്ഷെ കൺക്ലൂഷന് മാത്രം നമുക്ക് മാർക്ക് കിട്ടില്ല. ഓർത്ത് വെക്കുക. അവരത് കുറയ്ക്കും. കാരണം അതല്ല അതിൻ്റെ രീതി എന്ന് പറയുന്നത്. നിങ്ങൾ നിയമം ഒന്ന് പറയുന്നു, കൺക്ലൂഷൻ വേറെ ഒന്ന് പറയുന്നു. അപ്പം നിയമം എഴുതി നമുക്ക് ചെറിയ മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്തെങ്കിൽ മനസ്സിലാകും. അപ്പോൾ ആൻസർ ഷീറ്റ് മേടിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുക എന്താണ് തെറ്റെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നു. ഇനി അണ്ടർലൈൻ ദ കീ ടേംസ്. നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്ന സമയമാണ് നിങ്ങളുടെ ഏതാണോ പേന യൂസ് ചെയ്യുന്നത് അതിന് ചെയ്യുക. അല്ലെങ്കിൽ കളർ ഒന്നും ചെയ്ത് വെക്കണ്ട, വിത്ത് ഹോൾഡ് ചെയ്യും. അണ്ടർലൈൻ ദ കീ ടേംസ്. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് കീ ടേംസ്? ഫോംസ്,
അതേപോലെ തന്നെ ഒരാളുടെ പേരായിരിക്കാം, ഒരു കേസിലോ വരയ്ക്കാം, അതൊരു കീ ടേംസ് ആണ്. അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കാം കീ ടേംസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി, വിഡ്രോവൽ, റിമൂവൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, എൻട്രെഞ്ച്മെന്റ്, ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, കീ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ കീ ടേംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ ഒരു വലിയൊരു ടാസ്ക് ആണ്. നമ്മൾ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായാലും നിങ്ങളുടെ മെയിൻ എക്സാമിനേഷൻ ചെയ്യുന്നേക്കാൾ മുമ്പ് നമ്മൾ അതെല്ലാം ഒന്ന് ഡീകോഡ് ചെയ്യും. ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് കൺക്ലൂഷൻ മാറ്റേഴ്സ്. എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ലൈൻ ആയിരിക്കും നമ്മളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ആക്ച്വലി നടക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ലൈൻ എങ്ങനെയാണ് കൺക്ലൂഷൻ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് ഇതിൻ്റെ ബേസിക്. കാരണം കൺക്ലൂഷൻ കൃത്യമായില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ഒന്ന് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഒരു കോമൺ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഈ ഒരു എക്സാം നമ്മൾ എടുക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് 2 കാര്യം മനസ്സിലാകും. എന്താ മനസ്സിലാകുന്നത്? 2 കാര്യം മനസ്സിലാകുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് കമ്പനിയെ കുറിച്ചാണ്. ഓക്കെ, ഗവൺമെൻറ് കമ്പനി. രണ്ടാമത്തത് സബ്സിഡിയറി കമ്പനി. നോക്കിക്കേ, നമ്മൾ നേരത്തെ സ്മോൾ കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രൊവിഷനിൽ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെയോ ഒരു ക്വസ്റ്റ്യനിൽ 2 പ്രൊവിഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രൊവിഷന്റെ 2 ക്വസ്റ്റ്യൻ. ഇപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ, സ്മോൾ കമ്പനിയുടെ ഇത്ര എമൗണ്ട് ആണെങ്കിൽ എങ്ങനെ, ഇത്ര എമൗണ്ട് ആണെങ്കിൽ എങ്ങനെ, അത് ഒരു പ്രൊവിഷൻ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഒരേ ക്വസ്റ്റ്യനിൽ 2 ഡിഫറെന്റ് പ്രൊവിഷൻ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. സോ വി ഹാവ് ടു റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താ സ്റ്റാർട്ടിങ് എഴുതുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൊവിഷൻ എന്ന് നമ്മൾ എഴുതുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? പ്രൊവിഷൻ നമ്മൾ 1, 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻ 245 and 287 ആണ്. അതെങ്ങനെയാണ് സാർ? ഇതിന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും ഓർഡർ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ആദ്യമേ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഗവൺമെന്റ് കമ്പനിയെ കുറിച്ച് എഴുതുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫാക്ട്സ്. ഇവിടെ നോക്കിക്കേ, ഫാക്ട്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാക്ട്സ് എല്ലാം വ്യത്യസ്തമായ ഫാക്ട്സ് ആണ്. ഇവിടെ കുറച്ച് വർക്കിംഗ് നോട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിന്റെ മാത്രമാണ് വർക്കിംഗ് നോട്ട്. ഇവിടെ ആരും ചെയ്യുന്നു വേണ്ട. കാരണം ഇത്രയും വലിയ ക്വസ്റ്റിനാണ് ഞാൻ എഴുതുന്നെങ്കിൽ ഇതേപോലെ കോപ്പി പേസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ഇവിടെ കുറച്ച് വർക്കൗട്ട് വേണം. ഫാക്ട്സ് എപ്പോഴും ചിലപ്പോൾ ഫാക്ട്സ് മാത്രം ആയിരിക്കില്ല, നമ്മുടെ കുറച്ച് ബുദ്ധിയും കൂടെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഇനിയാണ് കൺക്ലൂഷൻ. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ 2 ക്വസ്റ്റ്യൻ? ഇതാണ് നേരത്തെ പറഞ്ഞ കൺക്ലൂഷനും ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ അവസാന ലൈനുമായിട്ട് ബന്ധമുണ്ട്. എന്താ ബന്ധം? അഡ്വൈസ് ആസ് എ ലീഗൽ അഡ്വൈസർ വെദർ സെഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി കമ്പനി ആണോ? ഒന്നാമത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ, ഇതേ സംഭവം ഗവൺമെന്റ് കമ്പനി ആണോ? അപ്പോൾ കൺക്ലൂഷൻ എങ്ങനെ എഴുതുന്നു? 2 ആയിട്ട് എഴുതാം. ദിസ് ഈസ് എ സബ്സിഡിയറി. ഓക്കെ, ഒന്നാമത്തെ കൺക്ലൂഷൻ നമ്മൾ എന്തായാലും ഒരേപോലെ പരിശീലിക്കാം നമുക്ക്. രണ്ടാമത്തത് ദിസ് വൺ, ഓക്കെ, ഇസ് നോട്ട് എ ഗവൺമെന്റ് കമ്പനി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു കോമൺ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദ 11th വൺ. ഇവിടെ എന്താണ്? സബ്സിഡിയറി കമ്പനിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ വർക്കിംഗ് നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു സിംഗിൾ പ്രൊവിഷൻ മാത്രമാണ്. പക്ഷേ ഇതാണ് നേരത്തെ പറഞ്ഞ സ്മോൾ കമ്പനിയുടെ കാര്യം. ഒരു പക്ഷേ വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് കെ ലിമിറ്റഡ് ഹോൾഡിംഗ് 1,60,000 ഷെയർസ്? ഇവിടെ ഒറ്റ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി. വേറെ ഒന്നും അവിടെ റിപ്പീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സ്മോൾ കമ്പനി പറഞ്ഞ പോലെ തന്നെ 1 പ്രൊവിഷൻ 2 ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് എത്ര പ്രൊവിഷൻ എഴുതിയാൽ മതി? ഒരു പ്രൊവിഷൻ മാത്രം മതി. അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യമേ പോയിട്ട് ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാത്ത ഒരു കാര്യമാണെന്ന് വെച്ചോ, എങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാം? ആദ്യമേ അവസാനത്തെ ലൈനിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ ഗവൺമെന്റ് കമ്പനി, സബ്സിഡി കമ്പനി, എനിക്കത് അറിയില്ല, പിന്നെ എന്തിനാ വായിച്ച സമയം കളയുന്നത്? എന്തായാലും ഗവൺമെന്റ് കമ്പനി, സബ്സിഡി കമ്പനി എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതിയേ പറ്റൂ. പറ്റത്തില്ല, പിന്നെ എന്തിനാ എഴുതുന്നത്? കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്കത് ആ വീഡിയോ ചെയ്യാം. നിങ്ങൾ ജയിക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CA ഫൗണ്ടേഷൻ ആദ്യമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
മെയ് 2025 നമ്മളെല്ലാവരും എന്താണ് ലോ കാരണം നമ്മുടെ ഒരിക്കലും ഫെയിൽ ആകില്ല. അത് നമ്മൾ ദൃഢനിശ്ചയത്തോടെ നമ്മൾ എന്താണ് മുന്നോട്ട് പോകണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.